എൻ്റെ പേര് ജസ്ന. എൻ്റെ പേര് ഹബീബയാണ്. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റെബിലിറ്റി എന്ന ഭാഗമാണ്. നമ്മളൊരു സിമ്പിൾ പെൻഡിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് L ആൻഡ് മാസ് M ആയിട്ട് എടുക്കാം. മാസ് കുറച്ച് നേരം ഒരു പോയിൻറ്റിൽ റെസ്റ്റിലിരിക്കുകയാണ്. അതിന് വേറെ ഡിസ്റ്റർബൻസൊന്നും അതിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ അതിന് വേറെ ഡിസ്റ്റർബൻസൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിൻറ്റിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നു. Then if the mass is slightly displaced from its equilibrium point and released, it will start to oscillate on both sides of the equilibrium. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വിലിബ്രിയം പോയിൻറ്റിൽ നിന്ന് ആ ഒരു മാസ് റിലീസ് ആവുകയാണ്. അതായത് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്യാണ്, സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഓക്സിലേറ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലേക്കും ഈ മാസ് ഓക്സിലേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഈ സീറോ ആകുന്നത് ബോട്ടം ഓഫ് ഇറ്റ് സ്വിങ് ആൻഡ് മാക്സിമം അറ്റ് ബോത്ത് എക്സ്ട്രീം എൻഡ്സ്. ദെൻ കൈനറ്റിക് എനർജി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യാം. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം അറ്റ് ദി ഇക്വിലിബ്രിയം പോയിൻ്റ് ആൻഡ് മിനിമം അറ്റ് ദി ബോത്ത് എക്സ്ട്രീം എൻഡ്സ്. അപ്പോൾ നമ്മളൊരു സിമ്പിൾ പെൻഡിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് L ആൻഡ് മാസ് M ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ മാസ് കുറച്ച് നേരം ഒരു പോയിൻറ്റിൽ റെസ്റ്റിലിരിക്കുകയാണ്, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിൻറ്റിന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നു. അതിന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസ് ഇക്വിലിബ്രിയം പോയിൻറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലേക്കും ഓക്സിലേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി സീറോ ആകുന്നത് ബോട്ടം ഓഫ് ഇറ്റ് സ്വിങ് ആൻഡ് മാക്സിമം അറ്റ് ബോത്ത് എക്സ്ട്രീം എൻഡ്സ്. ദെൻ ദി കൈനറ്റിക് എനർജി ബിഹേവ്സ് ഓപ്പോസിറ്റ് ടു ദിസ്. ദി കൈനറ്റിക് എനർജി ഈസ് മാക്സിമം അറ്റ് ദി ഇക്വിലിബ്രിയം പോയിൻറ്റ് ആൻഡ് മിനിമം അറ്റ് ദി ബോത്ത് എക്സ്ട്രീം എൻഡ്സ്. നമ്മൾ ഈ പിക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ദി പൊട്ടൻഷ്യൽ അറ്റ് പോയിൻ്റ് അറ്റ് എൻ ആംഗിൾ തീറ്റ. നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് പോയിൻ്റ് അറ്റ് എൻ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ u of theta is equal to mgz, that is equal to mgl into 1 minus cos theta. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ mgh ആണ്. ഇവിടെ ഹൈറ്റ് z ആണ്, അതായത് ഇക്വിലിബ്രിയം പോയിൻറ്റിൽ നിന്ന് മാസ് എത്ര ദൂരമാണ് ഓക്സിലേറ്റ് ചെയ്തത് ആ ഒരു പോയിൻ്റാണ്, ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ z ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് l into 1 minus cos theta. When theta is equal to 0, the value of u of theta is minimum 0, that is potential energy is equal to 0. അതെന്താ when theta is equal to 0, mgl into 1 minus cos theta. theta is equal to 0 വരുമ്പോൾ cos 0 വരും, അപ്പോൾ that is equal to 1. അപ്പോൾ mgl into 1 minus 1 0. അപ്പോൾ ആ ഒരു പോർഷൻ മൊത്തം 0 ആയിട്ട് പോകും. അപ്പോൾ the value of u of theta is minimum 0, that is potential energy is equal to 0. Then when pi is equal to theta is equal to pi, potential energy is maximum 2 mgl. cos അപ്പോൾ 180 വരും. അപ്പോൾ 1 മൈനസ് cos 180യുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പോൾ 1 മൈനസ് -1 വരുമ്പോൾ 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദെൻ 2 mgl വരും. അപ്പോൾ then when theta is equal to pi, potential energy is maximum 2 mgl. Then minimum potential point is known as stable equilibrium point and maximum potential point is an unstable equilibrium point. Minimum potential point എത്രയാണ്? 0 ആണ് വരുന്നത്. maximum potential point 2 mgl. അപ്പോൾ minimum potential point is a stable equilibrium point and maximum potential point is an unstable equilibrium point. This is because a slight displacement of either side, ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡിലേക്കൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ്, പ്രൊഡ്യൂസസ് എ ഫോഴ്സ്. അപ്പോൾ എന്താണ്? ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഇൻക്രീസസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഉണ്ടാകുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും, വിച്ച് കോസസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ടു ബിക്കം ലാർജർ. ദിസ് ഈസ് ബിക്കോസ് എ സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എയ്തർ സൈഡ് പ്രൊഡ്യൂസസ് എ ഫോഴ്സ് വിച്ച് ഇൻക്രീസസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് കോസസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ടു ബിക്കം ലാർജർ. നമ്മളതിൽ രണ്ടാമത്തെ ആ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഓഫ് സിമ്പിൾ പെൻഡുലം. ഇൻ ദി കേസ് ഓഫ് എ ലീനിയർ ഹാർമോണിക് ഓക്സിലേറ്റർ, ദി പൊട്ടൻഷ്യൽ എനർജി u is equal to half kx square is described by a parabola.
നമ്മൾ ലീനിയർ ഹാർമോണിക് ഓക്സിലേറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ദി പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. പരാബോള വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ പരാബോളയുടെ ഇക്വേഷനാണ് എന്ത്, വൈ ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ. അതിൽ ആ ഒരു പരാബോള അത് നോക്കുകയാണെങ്കിൽ നമ്മൾ അറ്റ് എ പോയിൻറ്റ് എ ദി സ്ലോപ്പ് ഡി യു ബൈ ഡി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0, സോ ദി ഫോഴ്സ് ഈസ് നെഗറ്റീവ്. Then at point B, the slope du by dx is less than 0 and the force is positive. At point C, the slope du by dx is equal to 0 and the force is 0. At point A, the slope du by dx is less than 0, greater than 0, so the force is negative. At point B, the slope du by dx is less than 0 and the force is പോസിറ്റീവ്. ആൻഡ് അടുത്തതിന് അറ്റ് പോയിൻറ്റ് സി നോക്കുകയാണെങ്കിൽ ദി സ്ലോപ്പ് ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദി ഫോഴ്സ് ഈസ് 0. ദി സ്ലോപ്പ് ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദി ഫോഴ്സ് ഈസ് 0. ദി ഫോഴ്സ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി ഒറിജിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി പാർട്ടിക്കിൾസ് പൊസിഷൻ. പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ പരിഗണിക്കാതെ ഫോഴ്സ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി ഒറിജിനിലേക്ക് ഡയറക്റ്റ് ചെയ്യണം എപ്പോഴും. ദി ഫോഴ്സ് വാനിഷസ് ഓൺലി വെൻ ദി പാർട്ടിക്കിൾ ഈസ് അറ്റ് ദി ഒറിജിൻ സി. ദി മിനിമം ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി കർവ് കോയിൻസൈഡ്സ് വിത്ത് ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദി സിസ്റ്റം. ഹെൻസ് ദിസ് ഈസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിൻറ്റ്. ഇനി നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ any displacement of a system produces a force which tends to push the particle towards the point C. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ഈ പാർട്ടിക്കിളിനെ പോയിൻ്റ് സിയിലേക്ക്, അതായത് ഒറിജിനിലേക്ക് പുഷ് ചെയ്യുന്നു, തള്ളിവിടുന്നു. അപ്പോൾ എന്താണ്, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സിസ്റ്റം പ്രൊഡ്യൂസസ് എ ഫോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ബിക്കോസ് ലൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു എയ്തർ സൈഡ് പ്രൊഡ്യൂസസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് ഇൻക്രീസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം, അത് തന്നെ ഇവിടെയും പറയുന്നത് എന്താണ്, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സിസ്റ്റം പ്രൊഡ്യൂസസ് എ ഫോഴ്സ്. എന്താണ്, സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് ടെൻസ് ടു പുഷ് ദി പാർട്ടിക്കിൾ ടുവാർഡ്സ് ദി പോയിൻറ്റ് സി. എ മിനിമം ഓഫ് എ പൊട്ടൻഷ്യൽ എനർജി കർവ് ഈസ് എ പോയിൻറ്റ് ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് എ മാക്സിമം ഈസ് എ പോയിൻറ്റ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിൻറ്റ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. മിനിമം പൊട്ടൻഷ്യൽ എനർജി കർവിനെ, അതായത് അടിയിലുള്ള ആ ഒരു ഭാഗത്തെ എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്നും എൻ്റെ മാക്സിമം ഈസ് എ പോയിൻ്റ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിൻ്റ്. അവിടെ മിനിമം പൊട്ടൻഷ്യൽ എനർജി കർവ് എന്നാണ് കേട്ടോ, പാർട്ടിക്കിൾ എനർജി കർവ് എന്നല്ല. നമുക്കിനി ഒരു പൊട്ടൻഷ്യൽ പോയിൻ്റ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കാം. ലെറ്റ് യു ഓഫ് എക്സ് ബി ദി പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷൻ ഫോർ എ പാർട്ടിക്കിൾ. യു ഓഫ് എക്സ് നമ്മളൊരു പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷൻ, ഈ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഫൈൻഡ് ദി ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ്. നമ്മൾ ഈ എഫിന്, അതായത് ഫോഴ്സ് എഫിന്, പാർട്ടിക്കിളിൻ്റെ ഫോഴ്സിന് മൈനസ് ഡി യു ബൈ ഡി എക്സ്, അതായത് ഡെറിവേറ്റ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് 0 ദി സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണെങ്കിൽ ദി സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. Let that point is x0. To test for stability, we must determine whether it has a minimum or a maximum at x0. നമ്മൾ ആ പോയിൻറ്റ് x0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് നോക്കി നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ യു ഹാസ്, അതായത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണോ അതോ മാക്സിമം ആണോ എന്ന് നോക്കാം. ഏത് പോയിൻറ്റിൽ, x0 എന്ന പോയിൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റെബിലിറ്റി മിനിമം ആണോ അതോ മാക്സിമം ആണോ എന്ന് നോക്കാം. ഫോർ ദിസ് വി ഹാവ് ടു ഇവാലുവേറ്റ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ അറ്റ് x0. നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവാണ് നോക്കേണ്ടത്.
If the second derivative is positive, the equilibrium is stable. If it is second derivative പോസിറ്റീവ് ആണെങ്കിൽ, അതായത് മിനിമം ആണെങ്കിൽ ഇക്വിലിബ്രിയം ഈസ് സ്റ്റേബിൾ. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, അതായത് മാക്സിമം ആണെങ്കിൽ ദി സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ ഇഫ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ ദി ഇക്വിലിബ്രിയം ഈസ് സ്റ്റേബിൾ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, അതായത് മാക്സിമം ആണെങ്കിൽ ദി സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഇഫ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, ഇത് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഹയർ ഡെറിവേറ്റീവ്സിൽ നോക്കുകയാണെങ്കിൽ, if all derivatives vanishes so that u is constant in a region about x0. If all derivatives are vanishes, അതായത് എല്ലാ ഡെറിവേറ്റീവ്സും വാനിഷ് ആവുകയാണെങ്കിൽ x0 എന്ന ഒരു റീജിയനിൽ യു, അതായത് പൊട്ടൻഷ്യൽ എനർജി യു എന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. If all derivatives vanishes so that u is a constant in a region about x0, the system is said to be in a condition of neutral stability or neutral equilibrium. അപ്പോൾ എന്താണ്? ആ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ എ കണ്ടീഷൻ ഓഫ് ന്യൂട്രൽ സ്റ്റെബിലിറ്റി ഓർ ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ആ ഒരു സിസ്റ്റത്തെ എന്താണ്? ന്യൂട്രൽ സ്റ്റെബിലിറ്റി ഓർ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? ഇഫ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, വി മസ്റ്റ് ലുക്ക് അറ്റ് ഹയർ ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഹയർ ഡെറിവേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ, if all derivatives vanishes so that u is a constant in a region about x0, the system is said to be in a condition of neutral stability or neutral equilibrium. If a particle is neutral equilibrium is displaced, no force is acting and a particle is known as free particle. ഒരു ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൽ ആ ഒരു പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. ആൻഡ് എ പാർട്ടിക്കിൾ ഈസ് നോൺ എസ് ഫ്രീ പാർട്ടിക്കിൾ. പിന്നെ ആ പാർട്ടിക്കിളിന് എന്താണ് പറയുന്നത്? ഫ്രീ പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ? ഫോഴ്സൊന്നും ആക്ട് ചെയ്യുന്നില്ല. ആൻഡ് എ പാർട്ടിക്കിൾ ഈസ് നോൺ എസ് ഫ്രീ പാർട്ടിക്കിൾ. നമ്മളിനി ഗ്രാഫ് ഒന്ന് നോക്കുകയാണെങ്കിൽ, a ball placed above a concave surface is in a stable equilibrium. ഫസ്റ്റത്തെ ഗ്രാഫ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? കോൺകേവ് സർഫസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദെൻ 0. അപ്പോൾ എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഗ്രാഫ് സ്റ്റേബിൾ കോൺകേവ് സർഫസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സെക്കൻഡ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, when placed on a convex surface is in an unstable equilibrium. അപ്പോൾ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 0, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അവിടെ കോൺവെക്സ് സർഫസിലാണ് വരച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ ഗ്രാഫ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫാണ്. ആൻഡ് തേർഡ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, when placed on a horizontal surface is in neutral equilibrium. തേർഡ് ഗ്രാഫ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അത് ഏതാണ്? ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫാണ്. അത് ഏത് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്? ഹൊറിസോണ്ടൽ സർഫസ്. ആ ഒരു ഹൊറിസോണ്ടൽ ഷേപ്പിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തൊന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റെബിലിറ്റി എന്ന ടോപ്പിക്കാണ് ഞാൻ ഇതുവരെ എടുത്തിരുന്നത്. അപ്പോൾ നമ്മളൊരു സിമ്പിൾ പെന്നിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലെങ്ത് എല്ലിൻ്റെ മാസ് എം ആയിട്ടുള്ള എടുക്കുക. The mass remains at rest for long time at a point. If it is undisturbed, that point is a stable equilibrium point. ഈ മാസ് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ്. ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഓക്സിലേറ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ദി പൊട്ടൻഷ്യൽ ഈസ് 0 അറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് 0 അറ്റ് ദി ബോട്ടം ഓഫ് ഇറ്റ് സ്വിങ് ആൻഡ് മാക്സിമം അറ്റ് ബോത്ത് എക്സ്ട്രീം എൻഡ്സ്. ദെൻ കൈനറ്റിക് എനർജി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യാം. കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് ആൻഡ് മിനിമം ആകുന്നത് ബോത്ത് എക്സ്ട്രീം എൻഡ്സിലാണ്. പിന്നെ നമ്മൾ ആ പിക്ചർ ഒന്ന് വെച്ച് നോക്കി ദി പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് അറ്റ് ആംഗിൾ തീറ്റ, ഒരു ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ യു ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ.
വേർ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദി വാല്യൂ ഓഫ് യു ഓഫ് തീറ്റ ഈസ് മിനിമം, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം, ദാറ്റ് ഈസ് 2 mgl. വെൻ തീറ്റ നമ്മൾ 0 ആയിട്ട് എടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0 ആണ് കിട്ടുന്നത്. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ആയിട്ട് എടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം അറ്റ് 2 mgl. The minimum potential point is known as stable equilibrium point and maximum potential point is an unstable equilibrium point. This is because a slight displacement to either side. ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡിലേക്കൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ്. പ്രൊഡ്യൂസസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് ഇൻക്രീസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു വിച്ച് കോസസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ടു ബിക്കം ലാർജർ. ദെൻ നമ്മൾ രണ്ടാമത്തെ ആ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഓഫ് സിമ്പിൾ പെൻഡുലം. ഇൻ ദി കേസ് ഓഫ് എ ലീനിയർ ഹാർമോണിക് ഓക്സിലേറ്റർ ദി പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു ഹാഫ് kx² ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ പരാബോള. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു ഹാഫ് kx², അത് ഏതിൽ നിന്നാണ് എടുത്തത്? പരാബോളയുടെ ഇക്വേഷൻ ആണ്. അതാണ് പരാബോള വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു ax². At point A, the slope du by dx is greater than 0, so the force is negative. എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഒരു സ്ലോപ്പ് എത്രയാണ്? du by dx is greater than 0, so the force is negative. At point B, the slope du by dx is less than 0 and the force is positive. At point C, the slope du by dx is equal to 0 and the force is 0. The force is always directed towards the origin irrespective of the particle's position. ഇനി അടുത്തത് നമ്മൾ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കി. Let u of x be the potential energy function for a particle. Find the force on the particle as F is equal to minus du by dx. എന്താണ് let u of x എന്താണ്? പൊട്ടൻഷ്യൽ എനർജി, ഒരു പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷനായിട്ട് യു ഓഫ് എക്സ് നമ്മൾ എടുത്തു. ദെൻ പാർട്ടിക്കിളിൻ്റെ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ്. ഇഫ് ഇറ്റ് ഈസ് 0 ദി സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇത് 0 ആണെങ്കിൽ സിസ്റ്റം എന്താണ്? ഇക്വിലിബ്രിയം ആണ്. അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് x0. ടു ടെസ്റ്റ് ഫോർ സ്റ്റെബിലിറ്റി വി മസ്റ്റ് ഡിറ്റർമിൻ വെദർ യു ഹാസ് എ മിനിമം ഓർ മാക്സിമം അറ്റ് x0. ആ ഒരു പോയിന്റ് നമ്മൾ x0 ആയിട്ട് എടുത്ത് എന്നിട്ട് അതിന് സ്റ്റെബിലിറ്റി നോക്കി എന്നിട്ട് എന്താണ്? വി മസ്റ്റ് ഡിറ്റർമിൻ വെദർ യു ഹാസ് മിനിമം ഓർ മാക്സിമം അറ്റ് x0. x0 എന്ന ആ ഒരു പോയിന്റിൽ യു, അതായത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണോ അതോ മാക്സിമം ആണോ എന്ന് നമ്മൾ നോക്കി. ഫോർ ദിസ് വി ഹാവ് ടു ഇവാലുവേറ്റ് d² u by dx² അറ്റ് x0. ഇവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇഫ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് പോസിറ്റീവ് മിനിമം ആണെങ്കിൽ ഇക്വിലിബ്രിയം ഈസ് സ്റ്റേബിൾ. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ മിനിമം ആണെങ്കിൽ ഇക്വിലിബ്രിയം ഈസ് സ്റ്റേബിൾ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ ദി സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ദെൻ നെക്സ്റ്റ്, ഇഫ് d² u by dx² ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഹയർ ഡെറിവേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ if all derivatives vanishes so that u is constant in a region about x0. നമ്മൾ എല്ലാ ഡെറിവേറ്റീവ്സും വാനിഷ് ആണെങ്കിൽ എന്താണ്? x0 എന്ന ആ ഒരു റീജിയനിൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് u എന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. if all derivatives are vanishes so that u is a constant in a region about x0. ഈ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ എ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനിലെ സിസ്റ്റം എന്താണ് പറയുന്നത്? ന്യൂട്രൽ സ്റ്റെബിലിറ്റി ഓർ ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഈ ഒരു സിസ്റ്റം, അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ആ ഒരു സിസ്റ്റത്തെ ന്യൂട്രൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് ന്യൂട്രൽ ഇക്വിലിബ്രിയം ഈസ് ഡിസ്പ്ലേസ്ഡ്, നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ആൻഡ് എ പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് ഫ്രീ പാർട്ടിക്കിൾ. പിന്നെ നമ്മൾ ആ ഗ്രാഫ് ഒന്ന് നോക്കി. പിന്നെ എന്താണ്? ഫസ്റ്റ് ഗ്രാഫ് എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. d² by dx² ഈസ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് സ്റ്റേബിൾ. എ ബോൾ ഈസ് പ്ലേസ്ഡ് എബോവ് എ കോൺകേവ് സർഫേസ് ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം.
രണ്ടാമത്തെ ഗ്രാഫ് പ്ലേസ്ഡ് ഓൺ എ കോൺവെക്സ് സർഫസ് ഈസ് ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 0 അൺസ്റ്റേബിൾ ആ ഇക്വിലിബ്രിയത്തിൻ്റെ ആ ഒരു ഗ്രാഫാണ് നമ്മൾ സെക്കൻഡ് ഗ്രാഫായി കൊടുത്തിരിക്കുന്നത്. ദെൻ തേർഡ് ഗ്രാഫ് എന്താണ്? when placed on a horizontal surface is in neutral equilibrium d square u by dx square is equal to 0. എന്താണ് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൻ്റെ ആ ഒരു ഗ്രാഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.